ഇപ്പം ഞങ്ങളുടെ ഇടയിലും പുതുപ്പള്ളിയിലും അല്ല എല്ലായിടത്തും ഒരു ചർച്ചാ വിഷയം എന്നാന്നറിയോ? അറിയാലോ. എനിക്കറിയാം. അതെന്നാ അത് ചെയ്യാത്ത, കല്യാണം കഴിക്കാത്ത തന്നെ? അത് സമയം ഇനിയോ? ഇനി എപ്പോഴാ? ആരാ സമയം തീരുമാനിച്ചു? 42 അതില് കാര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് ഇപ്പം പുതുപ്പള്ളിക്കാർക്കും മറ്റു നാട്ടുകാർക്കും ചാണ്ടി സാറിന്റെ ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ എന്താ കല്യാണം കഴിക്കാത്തെന്നൊരു ടെൻഷൻ. നടക്കുമെന്ന് പറഞ്ഞല്ലോ. നടക്കുമല്ലോ. ഈ കൊല്ലം ഉണ്ടോ? അടുത്ത കൊല്ലം ഉണ്ടോ? ഏതായാലും ഒരു കൊല്ലമെങ്കിലും പറഞ്ഞേ. ഞങ്ങളുടെയൊക്കെ നല്ല മനസ്സ് നിറഞ്ഞ ഒരു ആഗ്രഹമല്ലേ, അതൊന്ന് ഞങ്ങൾക്കൊന്ന് ഓക്കെ ഇന്ന കൊല്ലം ഉണ്ടായിരിക്കും, അത്ര പറഞ്ഞാൽ മതി. ഞങ്ങൾ സമാധാനം. ഉറപ്പല്ലേ? മെയിൻ ഉദ്ദേശം അതാണല്ലോ. ഷോയുടെ നടുക്ക് വന്നപ്പോഴത്തേക്കും ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. അവർക്കൊക്കെ സന്തോഷമാണ്. ഈ കൊല്ലം സാധ്യതയുണ്ട്. ഈ കൊല്ലം ഉറപ്പിക്കട്ടെ. സാധ്യതയുണ്ട്. എല്ലാ വർഷവും ഈ കൊല്ലമുണ്ട്. ഞാൻ എല്ലാ വർഷവും ചോദിച്ചില്ല, ഞാൻ എടുത്തു ചോദിച്ചു ഈ കൊല്ലമാണോ ആ സാധ്യത ഉണ്ടെന്ന്. ഈ കൊല്ലം ഞാൻ പറഞ്ഞു. ഇനി ഉഴപ്പരുത്. കാര്യം അതൊക്കെ അമ്മയ്ക്കാന്നേലും കൂടപ്പുറപ്പുകളൊക്കെ ആന്നേലും ആകളെയും മകനും ഒക്കെ ഒന്നൊരു കുടുംബമായി കാണാനൊക്കെ ആഗ്രഹമല്ലേ? നല്ല തലയാട്ടല, അത് മനസ്സിലായി എനിക്ക്. ഓക്കെ, ഇനി ഫ്യൂച്ചർ എന്താണ് ആഗ്രഹം? ഫ്യൂച്ചർ ഞാൻ പറഞ്ഞ പോലെ പുതുപ്പള്ളിയുടെ കുറെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു ഏതെങ്കിലും ഒരു ഐക്കോണിക് ആയിട്ട് എന്തെങ്കിലും സാധനം പുതുപ്പള്ളി ഡെവലപ്പ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അതിപ്പം സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഇതാണെങ്കിലും ശരി, എന്തെങ്കിലും അവിടെ ഒരു ആൾക്കാർ വരത്തക്ക രീതിയിലൊരു സംഭവം. ഓക്കെ, ഭാവിയിൽ ഒരു മുഖ്യമന്ത്രി ആവണം എന്ന് ചോദിച്ചാൽ ഒരാളായതിന്റെ ക്ഷീണം ഇതുവരെ തീർന്നിട്ടില്ല. എന്നാൽ ആഗ്രഹമില്ലേ? അല്ല, ഇതിനകത്ത് പാർട്ടിയിൽ പ്രവർത്തിക്കുക, വർക്ക് ചെയ്യുക എന്നുള്ളത് എന്റെ എന്നും അത് മാത്രമേ ഉള്ളൂ. കോൺഗ്രസ് പാർട്ടി എന്നെ സംബന്ധിച്ച് എല്ലാമാണ്. അപ്പൊ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുക. അതിപ്പോ ഞാൻ കുറച്ച് ദിവസം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോയി പ്രവർത്തിക്കുന്നു. അപ്പം അത് എന്തെങ്കിലും ആവണമെന്ന് വിചാരിച്ചിട്ടില്ല. എനിക്കൊന്നും കോൺഗ്രസ് പാർട്ടി എന്റെ ചെറുപ്പം മുതൽ ഇഷ്ടമുള്ളതാണ്. അങ്ങനെ പ്രവർത്തിക്കുക എന്നുള്ളതല്ലാതെ ഞാനിപ്പോ MLA ആവണമെന്ന് ആഗ്രഹിക്കാത്ത ആളാണ്. ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ വന്നുകൊണ്ട് മാത്രമാണ് MLA ആള്. പോസ്റ്റ് ഒക്കെ പിന്നെയുള്ള കാര്യമാണ്. ജനങ്ങൾക്ക് വേണ്ടി എന്ത് പോസിറ്റീവായിട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് എന്റെ. അപ്പൊ സാറിന്റെ അടുത്തൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ സപ്പോസ് മുഖ്യമന്ത്രി ആവാൻ ഒന്നിന്റെ ക്ഷീണം തീർന്നില്ല എന്ന് പറഞ്ഞു. സപ്പോസ് ഇപ്പൊ ഇതൊരു അടുക്കള ആയതുകൊണ്ട് ചോദിക്കാം, ഒരു വലിയ ചോദ്യമൊന്നുമല്ല, പക്ഷെ ഒരു മുഖ്യമന്ത്രിയായിട്ട് ഒരാള് വീട്ടിൽ വന്നാൽ പെട്ടെന്ന് നമ്മുടെ അടുക്കളയിൽ ഒരു ഭയങ്കര വിഭവ സമൃദ്ധമായി കൊടുക്കുവോ, അതോ ഒരു ഭക്ഷണം പ്രിഫർ ചെയ്താ ഫസ്റ്റ് ഏത് പ്രിഫർ ചെയ്യും? അല്ല, ഒരു മുഖ്യമന്ത്രി വീട്ടിൽ വന്നാൽ എന്റെ അപ്പന് കൊടുത്ത് തന്നെ കൊടുക്കും. അതെന്നതാ ഞങ്ങളെ എന്തോന്നാ ശരിക്കും അത് ഞങ്ങളുടെ വീട്ടിലെ സ്റ്റേപ്പിൾ ഫുഡ് കഞ്ഞിയും പേര്. അപ്പൊ ദിവസവും കഴിച്ചുകൊണ്ട് കഞ്ഞിയും പേര്. നമ്മുടെ സഖാവ് സർ വരുവാന്നെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടം അനുസരിച്ച് നമ്മൾ കൊടുക്കും. പക്ഷെ മുഖ്യമന്ത്രി ഇപ്പൊ വരുമെന്ന് പറഞ്ഞാൽ പാൽപ്പായസം ഉണ്ടാക്കാൻ പറയും. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരാളല്ലേ, അങ്ങനെ അദ്ദേഹം വന്ന് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ പാൽപ്പായസം പറയും. സാറിന്റെ ഈ രാഷ്ട്രീയത്തില് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്? എല്ലാരും ബെസ്റ്റ് ഫ്രണ്ട്സ്, ആരും അങ്ങനെ മാറി നിൽക്കുന്നവരല്ല. എങ്കിലും നമുക്ക് വിഷ്ണുനാഥ്, ഡീന്, ഷാഫി. ഏറ്റവും കൂടുതൽ അഡ്മയർ ചെയ്യുന്നത് അപ്പനല്ലാതെ വേറൊരു വ്യക്തി പൊളിറ്റിക്സിലാണോ? പൊളിറ്റിക്സ് രാജീവ് ഗാന്ധി. ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ രാജീവ് ഗാന്ധി തന്നെയാണ് ഒരാളുള്ളത്. ഓക്കെ. അപ്പൊ വീട്ടില് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആരാ ചെയ്തത്? അമ്മയാണോ? അമ്മ സ്വാഭാവികമായിട്ടും അമ്മയല്ലേ. എല്ലാം അപ്പന്റെ കൂടെയും എല്ലാം വർക്ക് ചെയ്തത് അമ്മയാണ്. അപ്പൊ അമ്മയ്ക്ക് അറിയാം ഇന്ന പോലെ മുന്നോടി അമ്മയ്ക്ക് അറിയാലോ ഇന്ന പോലെയൊക്കെ നടക്കത്തുള്ളൂ എന്നുള്ളത്. അപ്പൊ അമ്മ ഇരുന്ന് ഉപദേശിച്ച കാര്യങ്ങളൊക്കെ പറയാറുണ്ടോ? അമ്മ പിന്നെ ചെറുപ്പം തൊട്ട് ഉപദേശം. അമ്മമാരെ പോലെ അപ്പയ്ക്ക് ഇതിന് സമയമില്ലാത്തതുകൊണ്ട് അമ്മ അത് എല്ലാം ചെയ്യും. കാരണം അമ്മ ഉപദേശിച്ചില്ലേ നമ്മള് ശരിയായ പാതയിൽ പോകത്തില്ല. അമ്മ തന്നെയാണ് എന്താ പറയാ എല്ലാ കാര്യങ്ങളും ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ.